ഒരർത്ഥത്തിൽ ആന്ധ്ര ബീഹാർ ബജറ്റ് എന്നിതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിനെ നമ്മൾ ഒരു കുറ്റമായി കാണേണ്ടതില്ല. യഥാർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, 2000-ലാണ് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം ബൈഫർക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജാർഖണ്ഡ് എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ഉണ്ടാകുന്നു. ആ സമരത്തിൻ്റെ മുന്നിൽ അക്കാലത്ത് നിന്നിരുന്ന ആരായിരുന്നു എന്നറിയാമോ? BJP ആണ്. BJPയുടെ വലിയ സമരമായിരുന്നു ബീഹാർ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കൂടി ബീഹാറിനെ 2 സംസ്ഥാനങ്ങളായി വിഭജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരങ്ങളിലേക്ക് പുറപ്പെട്ടത് BJP ആയിരുന്നു. അങ്ങനെ 2000-ൽ ബീഹാർ 2ആയി വിഭജിക്കുകയും ബീഹാറും ജാർഖണ്ഡും 2 സംസ്ഥാനങ്ങളായി മാറുകയും ചെയ്തു. അവിടെ ഒരു പ്രശ്നമുണ്ടായി. ബീഹാർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നോക്കൂ, ബീഹാർ ഒരേ സമയം കാർഷികമായിട്ട് മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അപ്പോൾ തന്നെ ഈ പറയുന്ന മൈൻസ് ആൻഡ് മിനറൽസ് ധാരാളമുള്ളൊരു സംസ്ഥാനവുമാണ്. പക്ഷേ ബൈഫർക്കേറ്റ് ചെയ്തപ്പം ജാർഖണ്ഡിലേക്ക് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഖനികളും പോവുകയാണ് ഉണ്ടായത്. അതോടുകൂടി എന്തു പറ്റിയെന്ന് വെച്ചാൽ ബീഹാർ വലിയ രീതിയിൽ പിന്നോട്ടടിക്കപ്പെട്ടു സാമ്പത്തികമായിട്ട്.